എൻ്റെ പേര് ആഷ്ന, പള്ളിപ്പുറത്താണ് വീട്. ഞാൻ ആദ്യമായിട്ട് ബ്രദറിൻ്റെ അവിടെ ധ്യാനം കൂടാൻ വരുന്നത് മെയ് മാസത്തിലാണ്, 2023. അന്ന് എൻ്റെ ഒരു അങ്കിള്, ഹെൻറി എന്നാണ് പേര്, അങ്കിളും ആൻറ്റിയും, ഡെന്ന എന്നാണ് ആൻറ്റിയുടെ പേര്, രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വരുന്നത്. പക്ഷെ മനസ്സോടെയാണ് ഞങ്ങൾ വന്നതും. ഏകദിന ധ്യാനമാണ് ആദ്യം കൂടിയത്. അതൊക്കെ ഒരു ഇഷ്ടക്കുറവായിരുന്നു. പിന്നെ ബ്രദറ് പക്ഷെ അന്ന് ഏകദിന ധ്യാനം കഴിഞ്ഞ് വൈകുന്നേരമാണ് ബ്രദറിനെ കാണാൻ പറ്റിയത്. അപ്പോൾ ബ്രദറ് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കാര്യം നമ്മളൊന്നും പറയാതെ തന്നെ ബ്രദർ ഇങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്വാസം വന്നു തുടങ്ങി. അങ്ങനെ ബ്രദർ ഞങ്ങളോട് എന്തായാലും ധ്യാനം കൂടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ബ്രദർ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ ബൈബിൾ വചനങ്ങൾ വായിക്കാനൊക്കെ പറഞ്ഞിരുന്നു, കുരിശിൻ്റെ വഴി ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഡെയിലി ചൊല്ലാൻ തുടങ്ങി. പിന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ വീട്ടിൽ മുടങ്ങുമായിരുന്നു. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാൻ തുടങ്ങി. പിന്നെ ഞാനൊരു നേഴ്സാണ്. അയർലൻഡിലേക്ക് പോകാനുള്ള OET സ്കോർ കിട്ടി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ എല്ലാം ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ജോലി റിസൈൻ ചെയ്തു, വർക്ക് പെർമിറ്റ് റിജക്ഷനും വന്നു. അങ്ങനെ അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഒരു കാരണങ്ങളും ഇല്ലാതെ റിജക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കിങ് ഒരു സിറ്റുവേഷനായിരുന്നു ഞങ്ങൾക്കത്. അങ്ങനെ ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്തു, വീണ്ടും റിജക്ഷൻ വന്നു. വർക്ക് പെർമിറ്റ് എന്തൊക്കെ ചെയ്തിട്ടും വർക്ക് പെർമിറ്റ് കിട്ടുന്നേ ഇല്ലായിരുന്നു അയർലൻഡിലേക്കുള്ള. അങ്ങനെ പിന്നെ ബ്രദർ പറഞ്ഞു വീട്ടിൽ നിന്ന് പാരൻസിനോടും വന്ന് ധ്യാനം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡാഡിയും മമ്മിയും വന്ന് ധ്യാനം കൂടി. ഞങ്ങൾ അപ്പം എനിക്ക് വീണ്ടും ധ്യാനം കൂടണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ വീണ്ടും ഞാനും ഡാഡിയും വന്ന് ധ്യാനം കൂടി. അങ്ങനെ ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വീണ്ടും അപ്പോൾ ബ്രദറിനോട് പ്രാർത്ഥിച്ചു. ബ്രദർ ഞങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു. വീണ്ടും ഞങ്ങൾ വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ അത്ഭുതകരമായിട്ട് 4ാമത്തെ തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം അത് കൃത്യമായിട്ട് വന്നു. അങ്ങനെ ഇപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ അയർലൻഡിലേക്ക് പോരാനുള്ള വിസയ്ക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ അയർലൻഡിലിരുന്നാണ് ഈ സാക്ഷ്യം അയച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം ഇച്ചിരി പാടായിരുന്നു. അപ്പം ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ അതും പാസ്സായി. ഇപ്പം ഞാൻ ജോലിക്ക് കയറി, അയർലൻഡിൽ നേഴ്സായിട്ട് ജോലിക്ക് കയറി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ധ്യാനം കൂടുക, അവിടെ വന്ന് പിന്നെ നമ്മളാൽ കഴിയുന്ന പോലെ ഒരു ചെറിയ ദശാംശം നമ്മൾ മാറ്റിവെച്ച് കൊടുക്കുമ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണല്ലോ. പക്ഷേ അതിൻ്റെ 4 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചത് കിട്ടാനുള്ളൊരു ഇതാണ് ഉണ്ടാവുക. പിന്നെ ഇപ്പോഴും ഇവിടെയാണെങ്കിലും അവിടുത്തെ യൂട്യൂബിൽ അവിടെ നടക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ഓരോ ധ്യാനങ്ങളും പിന്നെ ശുശ്രൂഷകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം യേശുവേ നന്ദി, യേശുവേ സ്തുതി.